ജഗദ്ഗുരു സംഭൂജ്യ ആത്മചൈതന്യ തിരുവടികളുടെ സൃഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഉള്ള ഈ സത്സംഗത്തിന് പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഓരോരുത്തരും പുണ്യം ചെയ്തവരാണ്. ഈ ലോകം മുഴുവൻ സനാതന ധർമ്മ സന്ദേശം എത്തിച്ച് സ്വജീവിതം മാതൃകയായി അതിനനുസരിച്ച് ജീവിച്ച പുണ്യാത്മാവിൻ്റെ ദർശനം തന്നെ നമുക്ക് ആത്മശാന്തിയും ആനന്ദവും നൽകുന്ന ഒരു പുണ്യ ഈ വേളയാണെന്ന് ഈ വേളയിൽ ഹിന്ദുധർമ്മ പാഠശാലയിലെ ഒരു എളിയ അംഗം എന്നുള്ള നിലയ്ക്ക് അദ്യതന ഹിന്ദുധർമ്മ പാഠശാലയിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഒപ്പം തന്നെ ദീർഘകാലം ഭഗവാൻ അനുവദിച്ചിടത്തോളമുള്ള ദീർഘകാലം സമാജസേവനം ഉത്തരോത്തരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിജിയുടെ പാദാരോഗ്യങ്ങളുടെ വിവിധ പ്രണാമങ്ങൾ. ഭാരതം നവോത്ഥാന നായകന്മാരുടെ ഋഷീശ്വരന്മാരുടെ നാടാണ്. വലിയ ഒരു ഋഷി പരമ്പരയ്ക്ക് കണ്ണിയായ സ്വാമിജി ശാസ്ത്രങ്ങളായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, ഇതെല്ലാം ഭാരതത്തിൽ തലമുറയായിട്ട് കൈമാറിയത് നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ. അങ്ങ് വ്യാസഭഗവാന്റെ പരമ്പര, വാൽമീകി മഹർഷിയുടെ പരമ്പര, ശങ്കരാചാര്യരുടെ പരമ്പര, അവിടെ നിന്ന് തുടങ്ങിയ പരമഭട്ടാര ചട്ടമ്പി സ്വാമി തിരുവടികളുടെ, അയ്യാ ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ, മഹാത്മാ അയ്യങ്കാളിയുടെ എത്രയോ ലോട്ട് ഓഫ് പരമ്പരാസ് in the Sanatana Dharma, and the Sanatana Dharma is remaining, is propagated by the Rishishwaras who have performed the Sanatana Dharma in their life. There is a great parampara like Vedavyasa, Valmiki, Shankaracharya, Ayyaguru, Sri Narayana Gurudeva, Mahatma Ayyangali, Brahmatara Chaitanya Swami Tiruvadigal. Likewise, ആ പരമ്പരയിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവനോടെ നീലകളാടുന്ന ഈ പുണ്യമഹാത്മാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് വന്നു ചേരാൻ സാധിച്ചത് കോടിക്കോടി ജന്മത്തിൻ്റെ പുണ്യം കൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്വാമിജിയുടെ വാക്കുകളനുസരിച്ചിട്ട്, വചനാമൃതമനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി ഉണ്ടാവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. ധർമ്മമാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പുരുഷാർത്ഥങ്ങൾ 4 കാര്യങ്ങളാണ്. 4 things: ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. All the shastras and shrutis explain both these 4 purusharthas, and the Puranas explain them in the form of stories. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം
ഇതിനെ സരളമായിട്ട് കഥകളിലൂടെ ഉപകഥകളിലൂടെ പുരാണാദികൾ പറയുന്നു. ധർമ്മ പ്രോച്ഛിത, പുരാണങ്ങളുടെ സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതാസയിൽ ധർമ്മ പ്രോച്ഛിത നമോ ധർമായ മഹതേ. സോ ധർമ്മത്തിനാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഈ നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ ഇവരോരോരുത്തരും അവതരിച്ചത് ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിനെ നിലനിർത്തുന്നതിനായിട്ടാണ്, ധർമ്മം പാലിക്കുന്നതിനാണ്, ധർമ്മം ഉറപ്പിക്കുന്നതിനാണ്. സ്വാമിജിയുടെ കൂടെ കുറച്ചു കാലം ആദ്യകാലം മുതലേ നവമാധ്യമമായിട്ടുള്ള വാട്സപ്പിലൂടെ പിന്നീട് നേരിട്ടും സ്വാമിജിയെ പല സമയത്തും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. സ്വാമിജിയെ നേരിട്ട് വരികയുള്ള ഓരോരുത്തർക്കും അറിയാം, അദ്ദേഹം ചെയ്യുന്ന പ്രഭാഷണങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ഈ സന്ദർഭത്തിൽ സ്വാമിജിയെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വാക്യമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതെ, സ്വാമിജിയുടെ ജീവിതം ഇരിക്കുന്ന മണ്ഡപം തന്നെ എത്ര ഉദാത്തമായിട്ടുള്ളൊരു മണ്ഡപമാണ്. രാമായണ കഥകളെല്ലാം ഭാഗവത കഥകളെല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു മണ്ഡപത്തിലൂടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതം രാമായണത്തിലൂടെ എങ്ങനെയാണോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന വാൽമീകി മഹർഷി വിശേഷിപ്പിച്ച രാമൻ, ആ രാമൻ ധർമ്മ പ്രചാരണത്തിനായിട്ട് സ്വയം മത്യാവതാരസ്വഹരതികഥ മത്യശിക്ഷാർത്ഥമേവ. Nepattur has told about the Dharmamurti Sri Rama. This is a manifestation for dharma. ആ മത്യാവതാരത്തിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ രണ്ടുപേരുടെയും ജീവിതം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മണ്ഡപം എത്രയോ സസ്യലതാദികൾ, ഔഷധ സസ്യങ്ങൾ ഓരോരുത്തർക്കും അനുഭവമുണ്ടായിരിക്കും. ഇവിടെയുള്ള ഔഷധ സസ്യങ്ങളെ പറ്റി സ്വാമിയുടെ അഗാധമായ പരിജ്ഞാനം. അപ്പം അത്തരത്തിൽ എങ്ങനെയാണോ ഒരാശ്രമം, ഈ ആശ്രമത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് വൈഷ്ണവാവതാരമൊക്കെയായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെ വളരെ ഗഹനമായി പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആശ്രമധർമ്മം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ കൃതി ചെറിയൊരു കൃതിയാണെന്ന് വരികയാണ്. ആ കൃതി വായിച്ചു നോക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, ഹിന്ദു ധർമ്മ പാഠശാലയിലൂടെ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ട് സ്വാമിജിയുടെ അധ്യായത്തിൻ്റെ ഓർമ്മിപ്പിക്കുന്നു. ആ ആശ്രമം എന്ന അധ്യായം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പഠിക്കുമ്പോൾ എന്ന് തന്നെ പറയട്ടെ, ഓർമ്മ വരുന്നത് ഈ ആശ്രമത്തിലെ ഓരോ 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 അനുഭവങ്ങൾ, ഗീതാസ്വാധ്യായം നടക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ, വിഭിന്ന കഴിവുകളെ, എന്ന് പറയുന്ന നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദജി അവിടെയുള്ള ഇന്നലെ വൈകിട്ട് വരെ ഇന്ന് രാവിലെ കൊച്ചു കുട്ടികളെ കലകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന, കലകളെ, കഴിവുകളെ, സൃഷ്ടികളെ ആവിഷ്കരിക്കുന്ന ഇത്തരത്തിൽ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു ആശ്രമം. വെരി ഹാപ്പി ദാറ്റ് ലോട്ട് ഓഫ് great dignitaries have arrived here, are residing here all over the world, knowing the Chaitanya within the Swamiji and the Chaitanya which we can go from this ashrama. ഈ ആശ്രമത്തിൽ ഒരു ദിവസമെങ്കിൽ ഇരിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൈതന്യത്തിൻ്റെ ആവാഹനമാണ്, ചൈതന്യത്തിൻ്റെ സാദൃശ്യമായിട്ട് വിശ്വസിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ശബരിമല തീർത്ഥയാണ്, ശിവഗിരി തീർത്ഥയാണ്, ഇതിനുമ്പ് കുറച്ച് കാലം മുമ്പുള്ളതായിരുന്നു കാശി തീർത്ഥയാത്ര, ഗയാ തീർത്ഥയാത്ര. നമ്മുടെ തീർത്ഥയാത്രകൾക്ക് വളരെ പ്രാധാന്യങ്ങളുണ്ട്. വളരെ ശരിയാണ്.
तीर्थीकुर्वन्नितीर्थानि. Srimad Bhagavatam Mahapuranam says that these those are those places which are making the others tirtha. Ida tirtham. ഇവിടെ വരാൻ ഭാഗ്യം സൃഷ്ടിച്ച ഓരോരുത്തരുടെയും ഗുണം കരതി പാപാനി അനിന ഇതി തീർത്ഥ. കഴിഞ്ഞ കുറേ ജന്മങ്ങളായിട്ടും പന്നിയായിട്ടും മാമിയായിട്ടും സിംഹമായിട്ടും മത്സ്യമായിട്ടും നിരവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ആ ജന്മങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും പൂർവ്വജന്മകൃതദോഷം വ്യാധി രൂപേണ ജാഗ്രത എന്ന് പറയും. ഇതിനൊക്കെ അതിജീവിക്കുന്നതിൻ്റെ വാക്സിനേഷനായിട്ട് ഉള്ളൊരു കാര്യമാണ് ഈ പുണ്യ തീർത്ഥത്തിലേക്ക്, ഈ തീർത്ഥത്തിലേക്കുള്ള ഒരു തീർത്ഥയാണ് ഇവിടേക്ക് വരാൻ സാധിക്കുക. സ്വാമിജിയോടുള്ള വലിയ അപേക്ഷയാണ്. നിങ്ങൾ ഹിന്ദുധർമ്മ പാഠശാലയുടെ വലിയ അംഗം എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാവരും കൂടി കുറച്ച് സമയം ചിന്തിക്കേണ്ടായി. പാഠശാലയുടെ നേതൃത്വത്തിൽ ആദ്യം തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയാനുള്ളതിനേക്കാൾ പാഠശാലയുടെ നേതൃത്വത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ, വിശിഷ്യ കുട്ടികൾ, വെക്കേഷൻ സമയമാണ് ഈ മെയ് മാസത്തിലൊക്കെ കുട്ടികളെല്ലാവരും തീർത്ഥയാത്ര. ഭാഗവതത്തിൽ പറയുന്നുണ്ട് തീർത്ഥയാത്രയാണ്. കുരുക്ഷേത്രത്തിന് ശേഷം ആ ചെയ്ത ദോഷങ്ങൾ തീരുന്നതിനായിട്ട് പാണ്ഡവന്മാരെല്ലാവരും തീർത്ഥയാത്ര നടത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യാദവരെല്ലാവരും കൂടി ബലഭദ്രയുടെ നേതൃത്വത്തിൽ, ബലഭദ്രസ്വാമിയുടെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര നടത്തിയതൊക്കെ ശിവഭാഗവത പുരാണത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഒരു തീർത്ഥയാത്ര നമ്മുടെയൊക്കെ ജീവിതം ഒരു വാക്സിനേഷനാണ്, തീർത്ഥയാത്രയാണ്. ഈ തീർത്ഥയാത്രയിൽ ഏറ്റവും ഒരു ആശ്രയമായിട്ടുള്ള ആശ്രമമാണ് ഈ ആശ്രമം പ്രവർത്തിക്കുന്നത്. ഈ യാത്രയുടെ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ശ്രീമദ് ഭാഗവതം പറയും. ഒരു തവണയെങ്കിലും ഈ ശ്രീമദ് ഭാഗവത മഹാപുരാണം ശ്രമിക്കുക, വായിക്കുക ചെയ്യാത്ത ആളുകൾ ഭാരം ചുമത്തിൽ കഴുകുന്നതാണ്. എന്നതുപോലെ ഓരോരുത്തരോടുമുള്ളൊരു അപേക്ഷയാണ്. എന്താണെങ്കിലും ഈ പുണ്യ ആശ്രമത്തിൽ, ഈ പുണ്യതീർത്ഥത്തിൽ വരാൻ സാധിക്കാത്തവരുടെ ജീവിതം ഒരു ഭാരം ചുമക്കുന്നവരുടെ ജീവിതമാണ്. അപ്പോൾ ആ ഭാരം ഇറക്കി വയ്ക്കുന്നതിനുള്ള ശ്രമത്തിനെ ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, മാനസപ്രസ്ഥം, സന്യാസം, 4 അവസ്ഥകൾ പുരാണങ്ങളിൽ മുഴുവൻ പറയുന്നത് വർണ്ണ ആശ്രമധർമ്മങ്ങളാണ്. ഈ വർണ്ണങ്ങളിൽ ബ്രഹ്മചാരിമാർക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നതിന് ഗീതാ ക്ലാസ് മുതലായിട്ടുള്ള പഠനങ്ങൾ, ഇത് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരപേക്ഷനാണ്, നിരാഗ്രഹനാണ്. അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാതാരങ്ങളെ ശ്രമിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും അധികം ലഹരിയിൽ അടിമപ്പെടുന്ന ഒരു സമൂഹം ഇത് കേരളമാണ് എന്ന് ത്തോടുകൂടി അറിയാം. ഏറ്റവും അധികം ലഹരിക്കാൻ പണ്ടത്തെ പോലെ 8-10 മക്കളില്ല, 1-2 മക്കൾ. ആ 1-2 മക്കളെ വളർത്തുന്നു, കയ്യെ വളരെ കാലെ വളരെ എന്ന് പറഞ്ഞാൽ ഉള്ളതുമില്ലാത്തതെല്ലാം കെട്ടിപ്പടക്കി അവരെ പഠിപ്പിച്ച് നല്ല വേഷം കെട്ടിച്ച് വിദ്യാലയത്തിലേക്ക് അയച്ച് അത് വേണ്ട നല്ലതൊക്കെയാവാം. അങ്ങനെ പഠിപ്പിച്ച് ഡോക്ടർമാരാക്കാൻ, എഞ്ചിനീയർമാരാക്കാൻ പഠിപ്പിക്കുമ്പോൾ ഓർക്കണം, നാളേക്ക് വളർന്നു വരുന്ന കുട്ടികൾ നമുക്ക് വീടിനും നാടിനും ഗുണമുള്ളവരായിട്ടാണ് വളർന്നത്. സാന്ദർഭികമായിട്ട് അനുഭവം പറയട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു യോഗത്തിലുണ്ടായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ബേക്കർ, IPS, അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് പറയേണ്ടായിരുന്നു. ഇന്ന് ജയിലിൽ വരുന്ന കുറ്റവാളികളായി ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ, ദാരിദ്ര്യം കൊണ്ട്, കഷ്ടപ്പാടുകൊണ്ട്, ഗതികേട് കൊണ്ട് ചെയ്യുന്ന
കുറ്റകൃത്യങ്ങളല്ല, മറിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ്റെ സാക്ഷരത എന്ന് പറയപ്പെടുന്ന ഹൈലി എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആളുകളാണ് ഈ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന ഗൃഹസ്ഥര്. നമ്മൾ ഓരോരുത്തരുടെയും മക്കള് കുറച്ചുപേര് ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. എത്ര കുട്ടികളെ ഇതുപോലത്തെ സത്സംഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കഴിഞ്ഞ വർഷം കോയമ്പത്തൂർ പാർശ്വയിൽ കുറച്ച് എത്തിക്കാൻ സാധിച്ചു. അവിടെ പാഠശാലയിൽ ഗുരുകുലത്തിൽ ഭാഗമായിട്ട് അവിടെ പോകാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ തൊട്ടടുത്ത കോയമ്പത്തൂർ തൊട്ടടുത്ത് നാനി എന്നുള്ള ഓമന പേരിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു. അവിടെ അമ്മ മലയാളിയായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വരണം. കുറച്ചൊന്നും അധികം ഭൂരിപക്ഷം മലയാളികളാണ് എല്ലാവരും അവിടെ പോകാൻ സാധിച്ചു. ആ അമ്മയെ കൊണ്ട് സംസാരിച്ചു. അമ്മ കുറേ പൊട്ടി കഴിഞ്ഞു. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. മക്കൾ 3 പേര് വിദേശത്തെ എഞ്ചിനീയർമാരുടെ ഭാര്യമാരാണ്. 6 പേര് എഞ്ചിനീയർമാർ. യാദൃശ്യമായ ഈ കാലഘട്ടത്തിൽ അഭിപ്രായമായിട്ടാണ് അവരെടുത്ത് പോയി. ഇവർ വീട്ടിലെത്തിക്കാൻ മക്കൾ പറഞ്ഞു, കയ്യിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു. മക്കളെല്ലാവരും പറഞ്ഞു ഗൾഫിലേക്ക് വരും, ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നില്ല. അവർ ഗൾഫിലേക്ക് പോയി. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങൾ പറ്റുന്നില്ല. കുട്ടിക്കാലം മുതൽ ഇവിടെ ജീവിച്ചു വളർന്നതാണ്. അങ്ങനെ ഇപ്പം മക്കളൊക്കെ പോയി വളരെ ഒറ്റയ്ക്കായിരുന്നു, ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഗൾഫ് പോയപ്പോൾ വീട്ടിലേക്ക് അവസ്ഥ അന്തരീക്ഷമോ എന്നൊക്കെ പറയുന്നില്ല. ഏതായാലും ശരി, ആ അമ്മ അവരെന്ത് ചെയ്തു, ഞാനും ഈ മക്കൾ ഓരോരുത്തരും മത്സരമാണ്. അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കാൻ മക്കളെ ഒരു ഭാര്യമാരെ എല്ലാവരും അയച്ചു. ആ അമ്മ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടികളെ കണ്ടിട്ട് അവർ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. അവിടെ വന്നു, ഇവിടെ പോയി, തൃശ്ശൂർ വന്നു, പാർമിക്കാവിൽ തൊട്ട് തൊഴിൽ ഒക്കെ പോയി, ഇവിടെ പോയി, പാലക്കാട് വന്നു, ഒരേ സ്ഥലങ്ങളിൽ വന്നു, മലപ്പുഴയിൽ വന്നു, ഒരേ സ്ഥലങ്ങളിൽ വന്നു വാട്സപ്പ് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത്ര കാലമായിട്ട് അവർക്ക് എന്നെ നിങ്ങളെ കാണാൻ വേണ്ടി ഇത്ര കാലത്തിൽ വരുന്നതായിട്ട് എനിക്ക് അവർ കാണാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ആ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് 3-4 ആൺമക്കളുണ്ടല്ലോ, അവരൊക്കെ എഞ്ചിനീയർമാരാണ്. എപ്പോഴെങ്കിലും ഒരു വീട്ടിൽ നാമം ജനിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഭഗവത്ഗീത വായിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും രാമായണം വായിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇതുപോലെ മഹാത്മാക്കളായിട്ടുള്ള ഏതെങ്കിലും ആചാര്യന്മാരെ പോയി കൊണ്ടുപോയിട്ടുണ്ടോ? നിസ്കരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭൗതികമായ രീതിയിൽ നോക്കുമ്പോൾ അവർക്കുണ്ട്. പഴയ തറവാടി കൊടുക്കുമ്പോൾ ഭൂമിയം വന്ന സമയത്തുള്ള ഭൂമി മുഴുവൻ എസ്റ്റേറ്റ് ആക്കി ഞാൻ നടത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്. ജോലി ചെയ്തിട്ട് വളരെ ചെറുപ്പത്തിൽ ജോലി ചെയ്ത മാനേജറൊക്കെ ആയിട്ട് റിട്ടയറിയ അമ്മാവൻ്റെ ഭർത്താവ്. എല്ലാവിധ ഐശ്വര്യങ്ങളുള്ള 4 മക്കൾ. സുഖം അനുഭവിക്കാൻ യോഗമില്ല. ജീവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളിവിടെ വന്നിട്ടില്ല സുഖം. We are experiencing happiness from here. We are experiencing happiness. We are experiencing happiness by hearing the words of Swami. ശരിയല്ലേ? പറയൂ. അതാണ് നമുക്ക് സ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് സന്തോഷം, സുഖം അനുഭവപ്പെടുന്നുണ്ട്. സുഖാർത്ഥ സർവഭൂതാനാമതാ സർവപ്രവൃത്തയ സുഖം ചെന്നതിനർത്ഥമാണ്. അപ്പോൾ നമ്മളെല്ലാവരും സുഖം അനുഭവപ്പെടുന്നത് ഈ ആശ്രമത്തിൽ വരുമ്പോൾ. ഇതൊക്കെ ക്ലേശങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, കഷ്ടപ്പാടുണ്ട്, വിഷമങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ഈ പുണ്യസന്നിധിയില്ല, ഈ ചൈതന്യ സന്നിധിയില്ല, ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ എല്ലാം മറക്കുന്നു. നമ്മളതെല്ലാം
കാരണം അനന്തപൂർണ്ണമായിട്ടുള്ള ഒരു സ്വാമിയുടെ തന്നെ പുരാണങ്ങളും അത് തന്നെയാണ് പറയുന്നത്. പ്രഹ്ലാദൻ, ചുവൻ മുതലായ കഥാപാത്രങ്ങൾ, the Puranas are stories. Through the stories, they are manifesting the beauty. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ് പുരാണങ്ങൾ ആവിഷ്കരിക്കുന്നത്. നോക്കൂ, സാധാരണ ചെറിയ വീട്ടിൽ ജനിച്ചു വളർന്ന ധ്രുവൻ ചെറുപ്രായത്തിൽ തന്നെ ഭഗവാനെ ഉപാസിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമാണ്. എവിടുന്നാണ്? ധ്രുവ വാസ് മോട്ടിവേറ്റഡ് ബൈ നാരദ. നമ്മുടെ തന്നെ പാഠശാലകളിൽ എത്രയോ ചെറിയ കൊച്ചു കുട്ടികൾ, ആ കുട്ടികൾ നാരായണീയം ചെല്ലുന്നു, ഭാഗവതം ചെല്ലുന്നു, സ്വാമിജിയൊക്കെ ഗ്രഹിക്കാറുള്ള ക്ലാസ്സിൽ ഓൺലൈനായിട്ട്. പുണ്യം ചെയ്ത കുട്ടികളാണ്, ഈ പുണ്യം ചെയ്ത അച്ഛനമ്മമാരാണ് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. പ്രഹ്ലാദന്റെ കഥ നോക്കൂ, എവിടെയാണ് ജനിച്ചത്? ഹിരണ്യകശിപുവിന്റെ മകനായിട്ട് ജനിച്ചു. എവിടെ ജനിച്ചു എന്നല്ല പുരാണങ്ങൾ പറയുന്ന സനാതന ധർമ്മം പറയുന്നത്. എങ്ങനെ വളർന്നു എന്നുള്ളതാണ്. ഹിരണ്യകശിപുവിന്റെ മകനായിട്ട് ജനിച്ചു, കയാധുവിന്റെ മകനായിട്ട് ജനിച്ചു. പക്ഷെ ആ പ്രഹ്ലാദന് അമ്മയുടെ ഇരിക്കുന്ന സമയത്ത് ഇതേ നാരദ മഹർഷി വന്നിട്ട് ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുത്തു. ഗുരുകുലത്തില് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? കുറച്ച് പറയുന്നു. നമ്മുടെ എത്ര മക്കള്, നമ്മുടെ വീട്ടിലെ എത്ര കുട്ടികള് ഇതുപോലെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു. ദുഃഖം ദുരിതങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് വരെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുസരിച്ച് അവർ വാക്സിനേഷൻ. ഈ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും? ഈ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ വർണ്ണാശ്രമധർമ്മങ്ങളിൽ സ്വാമിജിയെ പോലുള്ള ആചാര്യന്മാർ ക്ലേശം, ദുഃഖം, ലോകം ശോകഹതം സമസ്തം എന്ന് പറയുമ്പോൾ ഈ ശോകത്തിനെ അതിജീവിക്കാനുള്ള മാർഗം കാണിച്ചു തരുന്ന എത്രയോ സന്യാസിമാര്, ജഗദ്ഗുരു സ്വാമി ആത്മചൈതന്യ തിരുവടികളെ പോലെ എത്രയോ സന്യാസിമാരുണ്ട്. എത്ര പേർക്ക് ഇവരെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാഗവതം പറയുന്നു, നമ്മൾ ഇത്തരത്തിലുള്ള സന്യാസിമാരെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഒരു തവണയെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ കുടുംബങ്ങളിലുള്ള ധർമ്മമാണ്. ഓരോ വിശേഷങ്ങൾ വരുമ്പോഴും, ഇതൊക്കെ പണ്ടേ ഉള്ളൊരു ആചാരമായിരുന്നു. ഓരോ വിശേഷങ്ങൾ വരുമ്പോഴും അതിന് വിശേഷം എന്ന് പറഞ്ഞാൽ തിരക്കായി, ചടങ്ങുകളായി, റിച്വൽസായി. പക്ഷെ ആ റിച്വൽസിന് മുമ്പേ ഇത്തരത്തിലുള്ള ആചാര്യന്മാരുണ്ട്. ഇടാനന്ദ സ്വാമി, ശക്രാനന്ദ സ്വാമിജി, സുപ്രഭാനന്ദ സ്വാമിജി, ചിന്മാനന്ദ സ്വാമിജി ഞങ്ങളുടെ ഭവനത്തിൽ എത്രയോ തവണ. അപ്പോൾ കുട്ടിക്കാലം മുതലേ കുട്ടികളെ ഇത്തരത്തിലുള്ള റിയലൈസേഷൻ കിട്ടിയിട്ടുള്ള ആളുകളെ കണ്ടുവരുന്നു. ദുഃഖം വരും, അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ കാണുന്നു. ഒരു സന്തോഷം വരുന്നു, കർണാളോ വിവാഹമോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്ത് എങ്ങനെ ഉപദേശം സ്വീകരിക്കണം, സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് എങ്ങനെ ചെയ്യണം, ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതല്ലേ? ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ വലിയൊരു ദൗത്യമുള്ള ആളുകളാണ്. ഭഗവാന്റെ വെങ്കടേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ദിവസം വരാൻ സാധിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ദൗത്യമുണ്ട്. ഈ ലോകത്തിലെ മുഴുവൻ ദുഃഖവും ശോകവും പല കാര്യങ്ങളായിക്കോട്ടെ, ആധ്യാത്മികമായിക്കോട്ടെ, അനുഭൗതികമായിക്കോട്ടെ, അതിദൈവികമായിക്കോട്ടെ, ഇതിനൊക്കെ പരിഹാരം കാണേണ്ടവരല്ലേ നമ്മൾ. അപ്പം അത്തരത്തിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഒരു സന്തോഷം വരുമ്പോൾ, പെരുന്നാളായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ ഒരു ശിശുവിനെ, ഒരു റിയലൈസ്ഡ് സോളിനെ യഥാശക്തി അവിടേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സത്സംഗം ലളിതമായ ഭാഷയിലാണ് സ്വാമിജി പറയുന്നത്. സ്വാമിജി അറിഞ്ഞ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായ വേദസാരമാണ് പറയുന്നത്. പക്ഷെ പറയുന്ന ഓരോ വാക്കുകളും ശ്രുതി സാരമാണ്. ഇത്ര സരളമായിട്ടാണ് പറയുന്നത്. റിയലൈസേഷൻ്റെ ശക്തിയാണ്. വ്യാസഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നു, വളരെ കഠിനമാണ് വേദത്തിലെ പല മന്ത്രങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കുക.
Swamiji himself was telling, last time we came here, Swamiji himself was telling, he was watching these children playing here, these children singing here, these children having their prasada. ഈ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കളിക്കുന്ന ഓടി കളിക്കുന്ന കളികളൊക്കെ നൃത്ത പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഇത് കാണുന്നു, ആസ്വദിക്കുന്നു. നമുക്ക് എത്ര ഉദാഹരണമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കണ്ടാൽ നമുക്ക് കണ്ണിലൂടെ പിടിക്കാൻ സാധിക്കും, ചെവിയിലൂടെ നാട്ടിലൂടെ തൊട്ടിലൂടെയൊക്കെ നമുക്ക് നാട്ടുമാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ വേദസാരമായിട്ടുള്ള തത്വം സ്വാമി ഇത്ര സാരമായിട്ട് നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഇതേ ഭാഗ്യം തന്നെയാണ് നമുക്ക് സാധിക്കാൻ കഴിയും. ഇതേ ഭാഗ്യം തന്നെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. സൂചിപ്പിക്കുകയാണ്, ഒരു ഗൃഹസ്ഥരായിട്ട് ഓരോരുത്തരും ഉണ്ടെങ്കിൽ എല്ലാവരോടും ചെറിയൊരു അപേക്ഷയാണ്. Polite request on the part of Sanatana Dharma. Those who are grihasthas here, those who are married, those who are sitting here, those who are married, please invite the realized souls like Swamiji to your house. Have a small satsanga there with all the family friends, relatives, colleagues, etc. എല്ലാവരും ഒരുമിച്ചിരുന്ന് സത്സംഗം നടത്താൻ സാധിക്കണം. സനാതന ധർമ്മത്തിൻ്റെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം, രാമായണത്തിൻ്റെ സന്ദേശം അതാണ്. രാമൻ്റെ യാത്ര അയോധ്യയിൽ തുടങ്ങി, അല്ലെങ്കിൽ സീതാദേവിയുടെ യാത്ര സീതായനമാണ്. ആ യാത്ര അയോധ്യയിൽ നിന്ന് തുടങ്ങി തിരിച്ച് അയോധ്യയിലേക്ക് എത്തുന്നത് വരെ എത്ര സത്സംഗങ്ങൾ, എത്ര ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ഈ രാമനായിരുന്നു നമ്മൾ ഓരോരുത്തരുടെ രമായാഹിതം രാമം രാമസേനം രാമായണം. രാമായണം സീതാദേവിയുടെ യാത്രയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സീതാദേവിയുടെ യാത്രയാണ്. ഈ യാത്ര രാമായണമാക്കി തീർക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഇന്ന് കുടുംബങ്ങളെല്ലാം വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ന്യൂക്ലിയർ ഫാമിലി എൻ്റെ കുടുംബമായിരുന്നു. വലിയ കുടുംബമാണ്. ന്യൂക്ലിയർ ഫാമിലിയെ ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അത്തരത്തിൽ ഒതുങ്ങുമ്പോൾ ലിവിങ് ടുഗെദർ മുതലായിട്ടുള്ള ചില പാശ്ചാത്യ നിയമങ്ങളുടെ വരുമ്പോൾ സനാതന ധർമ്മത്തിൽ നിൽക്കുന്ന വലിയ പ്രഹരമാണ്. സനാതന ധർമ്മത്തിന് ഏറ്റവും അടിസ്ഥാനം കുടുംബസങ്കല്പമാണ്. കുടുംബസങ്കല്പം അതും കൂടി പറയാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബം എന്ന കുടുംബ പാലന പോഷണയോഗം എന്ന കുടുംബം ഉണ്ടാക്കുന്നതല്ല കുടുംബം. കുടുംബം, റെസ്പോൺസിബിലിറ്റി ഓഫ് കുടുംബ ഫാമിലി ഈസ് പാലന ആൻഡ് പോഷണ. പോഷണ, enrichment of dharma, enrichment of duty and responsibility. നമ്മുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ആണ് ഏറ്റവും പ്രധാനം. ഈ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി വികസിപ്പിക്കുക, ഇതിൻ്റെ പരിപാലനം, അതാണ് സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും ആശയമായിട്ടുള്ള കുടുംബം. ഓരോ കുടുംബമാണ് വിദ്യാലയം, വീടേ വിദ്യാലയം. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലും വിദ്യാലയങ്ങളാണ്. ഈച്ച് ഫാമിലി ഇസ് എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓരോ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, പഠിച്ചു വന്നിരുന്നത്. കുടുംബത്തിലെ മാതൃകയേറ്റ മുതിർന്നവരെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. മുതിർന്നവരെല്ലാവരും ജോലിക്കാരാകുന്ന മാതൃകയാവാൻ സമൂഹമില്ല. സമൂഹം ഏറ്റവും
സന്ദർഭത്തിൽ ഒരു രോഗം എന്തോ ചെയ്യണം, നമുക്കൊരു ക്രൈസിസ് വന്നു, അതിൽ പങ്കെടുക്കണം, എക്സാമിനേഷൻ അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആകെ ടെൻഷനാണ്. എന്താണ് ചെയ്യേണ്ടത്? മാത്തമാറ്റിക്സ് പഠിച്ചാൽ മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യണം? ക്രൈസിസ്. അപ്പുറത്തെ വീട്ടിലെ എൻ്റെ ക്ലാസ്സിലെ സഹപാഠിയായിട്ടുള്ള ആൾക്കാർ ഒരു പോയിൻ്റ് A++ മാർക്ക് കൂടി എനിക്ക് A+ഏ ഉള്ളൂ. എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ ഒരുപാട് കാലങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ സംഘടിപ്പിച്ച അനുഭവം എന്താ പറയുന്നത്? യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ളത് ഒരുപക്ഷെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മാമാങ്കമായ യൂത്ത് ഫെസ്റ്റിവൽ ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. ആദ്യ ഈ യൂത്ത് ഫെസ്റ്റിവൽ ഒരു കാലഘട്ടത്തിൽ അവരവരുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാനാണ്. നായകമായിട്ടുള്ള വിവേകാനന്ദ സ്വാമിജി പറയും, ഈ സോൾസ് പൊട്ടൻഷ്യൽ ഡിവൈൻ. The religion is the realization of the divinity within. മതം എന്ന് പറഞ്ഞാൽ കുറേ പൂജകളോ മന്ത്രങ്ങളോ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള അന്തർനിഹിതമായിട്ടുള്ള ശക്തികളെ ആവിഷ്കരിക്കാനാണ്. നോക്കൂ, സ്വാമിജിയുടെ നമ്മുടെ ഈ ആശ്രമത്തിലെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ തരത്തിലുള്ള സത്സംഗങ്ങൾ, ഇത്തരത്തിലുള്ള കലാപരിപാടികൾ, ഇതെല്ലാം അന്തർനിഹിതമായിട്ടുള്ള ശക്തികളെ വികസിപ്പിക്കുന്നതിനാണ്. പക്ഷേ ഇന്ന് യൂത്ത് ഫെസ്റ്റിവൽ മത്സരങ്ങളുടെ ലോകമായി ആ രംഗങ്ങളെല്ലാം രക്ഷിക്കാറുണ്ട്. ഇതൊരു മാറ്റം വരട്ടെ. നമ്മുടെ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാമിജിയുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ കുട്ടികളുടെ കഴിവുകൾ, നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഇന്ന് വളരെ മനോഹരമായിട്ട് രാവിലെ രണ്ടുപേരും കൂടി പാട്ട് പാടുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്! ഇത്തരത്തിൽ പാട്ട് പാടുന്നതിന്, നൃത്തം ചെയ്യുന്നതിന്, ഇത്തരത്തിൽ ഈ വെക്കേഷൻ സമയമാണ്, നീന്തൽ പഠിക്കുന്നതിന് ഇവിടെ എത്രയോ ഔഷധ സസ്യങ്ങളുണ്ട്. ഇവിടെ വൈദ്യാലയം, ഫാമിലി ഈസ് എ ഹോസ്പിറ്റൽ. In Sanatana Dharma, family is a hospital. Vishakshya Vivasthata Rogi Pada Chatushtayam says Ashtanga Hridaya. All these four things are beautifully associated in this ashrama. ഇത്തരത്തിൽ ഇവിടെ എത്രയോ ഔഷധസസ്യങ്ങളുണ്ട്. എത്ര പേർക്ക് നമുക്ക് സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഔഷധ സസ്യങ്ങൾ എന്താണ്, ഇതിൻ്റെ വേരാണോ, ഇതിൻ്റെ കായയാണോ, തണ്ടാണോ, ഏതാണ് ഔഷധം, ഇത് പഠിക്കുന്നതിനുള്ള ഒരു സംവിധാനം. നാളെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആയുർവേദ വൈദ്യൻ്റെ ഡോക്ടറുടെ നേതൃത്വത്തിൽ റെഗുലറായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ക്ലാസ് ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? രോഗം വരിക എന്നുള്ളതല്ല, പരാതികളിലേക്കാണ് വഴി ശ്രമിക്കേണ്ടതല്ലേ? കൊറോണാസുരൻ്റെ കോവിഡാസുരൻ്റെ ബാധയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. എത്രയോ നമുക്ക് വേണ്ടപ്പെട്ട അറിയുന്ന സുഹൃത്തുക്കൾ, നാട്ടുകാരായിട്ടുള്ള ആളുകളെ വീട്ടിലിരുന്നുള്ള ഒരു കാലഘട്ടമാണ്. എന്തോ ഭഗവാന്റെ നമുക്ക് ആവിഷ്കരിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആത്മാചരിക്കുന്നത് അപരനിഹിതമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ നവോത്ഥാന നായകന്മാരും. ഭരത മഹർഷി നാട്യശാസ്ത്രം രചിച്ചു. അവാർഡ് കിട്ടാനല്ല അദ്ദേഹം ചെയ്തത്, നാട്യത്തിലൂടെ, നൃത്തത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള അന്തർനിഹിതമായിട്ടുള്ള ഭാവങ്ങളെ ആവിഷ്കരിക്കാനാണ് നാട്യശാസ്ത്രം പറയുന്നത്. സംഗീതരത്നാകരം. ലോകത്തിൽ സംഗീതം അറിയാത്തവർ, ആസ്വദിക്കാത്തവർ ആരുമില്ല. അശുർവേത്തി, ശിശുർവേത്തി, വേത്തി ഗാനരസം വഴി എന്നാണ് പറയുന്നത്. എത്ര വിഷമം! മ്യൂസിക് ട്രീറ്റ്മെൻറ്റ്, മ്യൂസിക് തെറാപ്പി ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. സംഗീതം ഉപയോഗിക്കാം, നല്ല ശാസ്ത്രീയ സംഗീതം. കുട്ടികൾക്ക് ടെൻഷനുള്ള സമയത്ത് നല്ല ശാസ്ത്രീയ സംഗീതം കേൾക്കുമ്പോൾ ധാരാളം സ്റ്റഡീസ് ഉണ്ട്. ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങളുള്ള സമയത്ത് സംഗീതം ശ്രമിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മോശം തോന്നുന്നവരായിട്ടുള്ള വേദസംഹാരികൾ കുറയ്ക്കുന്നു. അത്തരത്തിലുള്ള ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഈ ശാസ്ത്രീയ സംഗീതം എന്തിനാണ്? ദുഃഖശമനത്തിന്. ഋഷീശ്വരന്മാർ നൃത്തം എന്നുള്ളത് ആവിഷ്കരിച്ചത് മനുഷ്യൻ്റെ ദുഃഖശമനത്തിനായി. ഋഷീശ്വരന്മാർ ശാസ്ത്രീയ സംഗീതം ആവിഷ്കരിച്ചത്
ദുഃഖശമനത്തിനായിട്ട്. രസാർണവ കെമിസ്ട്രി പഴയ ഒരു കെമിസ്ട്രി ടെക്സ്റ്റാണ്. താതസ്യ കോപോലമിതി ബ്രുവാണഃ കാപോരുഷാക്ഷാരജലം പിബത്തി എന്ന് പറഞ്ഞിട്ടാണ് രസാർണവ. ഓൾഡ് കെമിസ്ട്രി ടെക്സ്റ്റ് ഓൾഡ് രസാർണവ is charged with these words. താതസ്യ കോപോലമിതി ബ്രുവാണഃ കാപോരുഷാക്ഷാരജലം പിബത്തി. One person daily drinks salt water. Why is he drinking salt water? There is a kupa in his house, well in his house. This well is having salt water. വീട്ടിലൊരു കിണറുണ്ട്, കിണറ്റിലെ ഉപ്പുവെള്ളമാണത്. അതിനകത്ത് ഉപ്പുവെള്ളം വെള്ളം തന്നെ കുടിക്കുന്ന എൻ്റെ അച്ഛനോട് വലിയ ബഹുമാനം. അച്ഛൻ പറഞ്ഞൊന്നും ഞാൻ ചെയ്യല്ല. പക്ഷെ അച്ഛനായ ജീവിതത്തിൽ ചെയ്തതിന് ചെറിയൊരു കുറവ് പറ്റിയതെന്നാ കിണർ കുടിച്ചപ്പോൾ അത് അതിന് ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത്. അച്ഛനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഉപ്പുവെള്ളം എടുത്ത് കുടിക്കുന്നു എന്നാണ്. കാപൂരുഷ എന്നാണ് സാധാരണ വിളിക്കുന്നത്. അത്തരത്തിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് വേദത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ആദ്യ സാഹിത്യമായിട്ട് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള വേദിക് ലിറ്ററേച്ചർ സീസം ചമേ പ്രപശ്ചമേ ശ്യാമം ചമേ ലോഹം ചമേ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, കെമിസ്ട്രി പഠിക്കുന്നവരെ വെന്റിലേഷൻ പീരിയോഡിക് ടേബിള് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ ചമകം നമകം കണ്ഠസ്ഥമാക്കാൻ എന്നുള്ള ഒരു രീതിയായിരുന്നു. വെന്റിലേഷൻ പീരിയോഡിക് ടേബിൾ പഠിക്കാൻ വളരെ എളുപ്പമായി ചമകം നമകം. ഇന്ന് സാന്ദർഭികമായിട്ട് പറയട്ടെ, തൊട്ടപ്പുറത്ത ജില്ലകളിലൊന്നായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്നുള്ള സ്ഥലം കേന്ദ്രീകരിച്ച് അമ്മമാരുടെ നേതൃത്വത്തിൽ വലിയ ഗ്രൂപ്പുകളായിട്ട് ശ്രീരുദ്രത്തിലെ ചമകവും നമകവും അമ്മമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടൊപ്പം തന്നെ ഒരു സ്വാമിജിയുടെ അനുഗ്രഹത്തോടുകൂടി ആരംഭിച്ചതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത് അത്തരത്തിൽ എത്രയോ ഋഷീശ്വരന്മാർ രചിച്ച ഗ്രന്ഥങ്ങൾ, നമുക്ക് പകർന്നു വന്ന ഗ്രന്ഥങ്ങൾ ദുഃഖത്തിനെ അതിജീവിക്കാൻ, കെമിസ്ട്രി ദുഃഖത്തിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വലിയൊരു സാഹിത്യം. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഈ ഇരിക്കുന്നതിൽ ഒരു ജ്യോതിഷനെ കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. എന്തിനാ ജ്യോതിഷം? ഭൂതത്തെ വരികൽപ്പിതോ ആത്മജന്മനാം ആത്മീയത്യാത്മവിധാം ജ്യോതിഷാം ലോകാനാം ജ്യോതിഷം എന്തിനാണ്? ആ ശാസ്ത്രം എന്തിനാണ്? യൂട്ടിലിറ്റി ഓഫ് ജ്യോതിഷ. വാക്കിന് നല്ല ബലമുണ്ടാവാൻ, വാക്കിന് നല്ല ശക്തി ഉണ്ടാവാൻ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം വാചർണസദധാതു. ഇത്തരത്തിൽ നിരവധി ശാസ്ത്രങ്ങൾ സമ്പൂർണ്ണ ആത്മചൈതന്യ തിരുവടികളെ, ജഗദ്ഗുരു ആത്മചൈതന്യ തിരുവടികളെ പോലുള്ള നവോത്ഥാന നായകന്മാരായിട്ടുള്ള എത്ര ഈശ്വരന്മാരാണ് ഉള്ളത്. 99 യാഗം. സമൂഹത്തിൽ എപ്പോഴെങ്കിലും ഇനീക്വാലിറ്റി ഉണ്ടെങ്കിൽ, അസമത്വമുണ്ടെങ്കിൽ, സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങളുണ്ടെങ്കിൽ ഇതിനെ പരിഹരിക്കുന്നതിന് ബോധപൂർവമായിട്ടുള്ള ചടങ്ങാണ് യാഗം. യാഗമെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ദയവേത് എല്ലാവർക്കും സ്വാഗതം. 2 ആഴ്ച കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് അതിരാത്രം എന്ന് പറഞ്ഞൊരു യാഗം ഗുരുപരമ്പരയുടെ നിയമക്കാരുടെ ജനസംഗീതമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ആ യാഗത്തിൽ എല്ലാവർക്കും സ്വാഗതം. വിഷു കഴിഞ്ഞാൽ തുടങ്ങുകയും ഈ യാഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവർക്കും സമത്വം കൊടുക്കുന്നു. ആശാരിമാര്, പൂജാരിമാര്, കരുവാന്മാര്, കർത്താന്മാര് മുതലായ സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആളുകളുണ്ടോ അവരെല്ലാവരെയും നമസ്കരിച്ച് അവർക്ക് എല്ലാവരെയും കൂടിച്ച് അവർക്ക് എല്ലാവർക്കും സമത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വെച്ചൊരു യാഗം. ഇന്നാണോ ഈ യജ്ഞ സംസ്കാരം 99 യാഗം ചെയ്തിട്ടുള്ള ആള് ഈ കേരളത്തിനാണ് നോക്കണം മേൽക്കൂരത്തിനുള്ളത്. യജ്ഞ സംസ്കാരത്തിൻ്റെ പരമ്പരയിൽ അവകാശപ്പെട്ട ആളുകളാണ് നമ്മൾ. എത്ര പേര് നമുക്ക് യാഗം കാണാൻ സാധിച്ചിട്ടുണ്ട്? ഇതൊക്കെ നമുക്ക് ഭഗവാനായിട്ട് തരുന്ന അവസരങ്ങളാണ്. യാത്രാ തവണയുള്ള ഒരു കാലഘട്ടമാണ്.
ആ ഋഷീശ്വരന്മാരെല്ലാവരും ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു യജ്ഞ സംസ്കാരം നിലനിൽക്കുന്നു. ഈ പരമ്പരയുടെ മുഴുവൻ ഉദ്ദേശം ധർമ്മമാണ്. സമൂഹത്തിൽ ധർമ്മമാണ്, സുഖമാണ്. നമ്മൾ എത്ര പേര് സുഖം ശരിക്കും അനുഭവിക്കുന്നില്ല? സുഖം അനുഭവിക്കേണ്ടതാണ്, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഭാഗവതം പറയും ദുഃഖേക്ക് സുഖമായി ജമസ്കന്ധം പറയും. യോഗം വരുന്നില്ല. പരമഭാഗവതനായിട്ടുള്ള ആചാര്യനുണ്ട്, ബ്രഹ്മസ്വമഠത്തിൽ ആചാര്യനായിരുന്നു, വേദപണ്ഡിതനായിരുന്നു. അദ്ദേഹം ആലുവ UC കോളേജിൽ പ്രൊഫസറായിരുന്നു, സംസ്കൃത പ്രൊഫസറായിരുന്നു. റിട്ടയർ ചെയ്തു. പഠിപ്പിക്കുന്ന കാലത്തും അദ്ദേഹം ഭാഗവതാചാര്യനായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അദ്ദേഹം ഭാഗവതത്തിലൂടെ സംസ്കൃതത്തിലൂടെ ജീവിച്ചിരുന്നു. അങ്ങനെ പ്രായമായ സമയത്ത് അദ്ദേഹത്തിന് എന്തോ ക്ഷീണം തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത്, അന്ന് ഇത്ര ഡെവലപ്ഡ് എല്ലാം തേർഡ് സ്റ്റേജ് കഴിഞ്ഞു. RCCയിൽ കൊണ്ടുപോയി തേർഡ് സ്റ്റേജ് കഴിഞ്ഞു. വലിയ സ്കോപ്പില്ല, ഒന്നും ചെയ്യാനില്ല. അവസാനം അദ്ദേഹത്തിനെ അറിയിക്കാൻ അറിയിച്ചു. അദ്ദേഹം നിശ്ചയതരത്തിലെത്തിയിരുന്നു. പറ്റാവുന്ന സമയം എനിക്ക് ഭാഗവതം വായിക്കണം, ഭാഗവതം അത് മാത്രമേ അദ്ദേഹത്തിൻ്റെ പറ്റാവുന്നോളം കാലം അദ്ദേഹം ഭാഗവതം വായിച്ചു. അതും കൂടി പറ്റാതെയപ്പോൾ അദ്ദേഹം ഇല്ലാത്ത പോയിരിക്കുകയല്ല ചെയ്തത്. ബ്രഹ്മസ്വമഠത്തിൽ ചെന്ന് അവർ പായയും വിരിച്ച് അവിടെ കിടന്നു. അവിടെ വേദം പഠിക്കുന്ന ഉണ്ണികളെ വേദം ചെല്ലുന്നു, ഓത്തന്മാർ ചൊല്ലിക്കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ കൊറോണയുള്ള ആചാര്യന്മാരുടെ ഭാഗവതം ചിന്തിപ്പിച്ച് പെട്ടിടില്ലാതെ മോർഫില്ലാതെ നിത്യവേദന സംഹാരികളില്ലാതെ അദ്ദേഹം സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതം മാറ്റത്തുള്ള വാക്സിനേഷനാണ്. പറഞ്ഞു വന്നത് ശ്രീനാരായണഗുരുദേവൻ ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരിക്കാം. ഒരു സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരിക്കാം. വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അവതാരത്തിൻ്റെ വൈഷ്ണവാവതാരമൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തിൻ്റെ ദുഃഖമില്ലാതിരിക്കണം. ആചാര്യസ്വാമികൾ 1200ഓളം വർഷങ്ങൾക്ക് മുമ്പേ ധർമ്മത്തിന് നാശവും അധർമ്മത്തിന് വർധനവും ഉണ്ടാവുന്ന സമയത്ത് യഥായഥായി ധർമ്മസ്യ ഗ്ലാനിർഭവതി അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം വളരുകയും ചെയ്യുന്ന അങ്ങേറ്റത്തെ അധർമ്മം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതേ പരശുരാമ ക്ഷേത്രമായിട്ടുള്ള ഇവിടെ കാലടി പരിസരത്ത് അവതരിച്ചുകൊണ്ട് വേദത്തിൻ്റെ സാരം വേദോ നിത്യമധീയതാം എന്ന് ലോകത്തിന് പ്രഖ്യാപനം ചെയ്ത് ശങ്കര ജയന്തിയാണ് വരാൻ പോകുന്നത്. ശ്രീ ശങ്കര ആസ് എ ഇൻകാർണേഷൻ ആസ് ശങ്കരാചാര്യ in the same Punya Bhumi Bharata. What was the aim or the goal of this incarnation? Vedo Nityamadhyayata, to spread the Vedic message to all humanity. എല്ലാ മനുഷ്യരിക്കും വേദ സന്ദേശം എത്തിക്കുന്നതാണ്. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ ചിന്തിച്ചു നോക്കണം. നമ്മൾ എത്ര പേര് വേദമന്ത്രങ്ങളെല്ലാം അറിയുന്നവരുണ്ട്? നമുക്ക് എത്ര പേർക്ക് വേദമന്ത്രത്തിൻ്റെ സന്ദേശം നമുക്കറിയാം? ചിന്തിച്ചു നോക്കുക. വേദോ നിത്യമധീയതാം തന്നിടം കർമ്മസ്വീയതാം രമേശസ്യ വിധീയതാം ഉപചിതിക്കാം ഈമതിത്യജതാം പാപോഹം പരിധൂയതാം എന്നൊക്കെ പറഞ്ഞ ആചാര്യസ്വാമികൾ അവതരിച്ച ഈ പുണ്യഭൂമി അന്ന് കേരളത്തിൽ നിലവിലുള്ള, ഈ ഭാരതത്തിൽ നിലവിലുള്ള, കേരളത്തിൽ എന്ന് പറയുന്ന ഭാരതത്തിൽ നിലവിലുള്ള ദേവതാ സങ്കല്പങ്ങളെ പറ്റിയിട്ട് ഭക്തന്മാർക്ക് വേണ്ടി, സാധാരണ ഭക്തന്മാർക്ക് വേണ്ടി സ്തുതിക്കാൻ സ്തോത്രങ്ങൾ, എത്ര സ്തോത്രങ്ങളാണ് ഇവിടെ വന്ന സമയത്ത് കഴിഞ്ഞ തവണ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ആ ചെല്ലുന്ന കേൾക്കുമ്പോൾ എത്ര സന്തോഷം തോന്നിയറിയോ? വിദ്യാനന്ദ കരീവരാഭയകരി സൗന്ദര്യരത്നാകരി, എത്ര സന്തോഷം തോന്നി. കുട്ടികളാണ് ചെല്ലുന്നത്. ഉള്ളില് ചൈതന്യം നിറയാൻ സാധിച്ചു. ആചാര്യസ്വാമികളുടെ ചൈതന്യം അട്ടചൈതന്യം തിരുവടികളിലൂടെ നിറഞ്ഞു ചെല്ലുന്നു. അത്തരത്തിലാണ് അന്ന് നിലവിലുള്ള ദേവതകളെ പറ്റിയുള്ള സ്തോത്രങ്ങൾ, എത്രയോ സ്തോത്രങ്ങൾ രചിച്ച ആചാര്യസ്വാമികൾ ഭക്തജനങ്ങൾക്കായിട്ടുള്ള സ്തോത്രങ്ങൾ
ആചാര്യന്മാർക്കായിട്ട് പണ്ഡിതർക്കായിട്ട് പ്രസ്ഥാനത്രയ ഭാഷ്യം, ബ്രഹ്മസൂത്ര ഭാഷ്യം, ഭഗവത്ഗീത ഭാഷ്യം, യശോപനിഷത് ഭാഷ്യം. ഞാനാരാ, ഞാൻ എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തിയവർക്ക് who am I, for what I am living, those who are thinking in that way. Acharya Swamiji, the incarnation of Shankara, or the incarnation of Dakshinamurti, Shankaracharya Swamiji has made a Prasthanatraya Bhashya, the Bhashya of Bhagavad Gita, the Bhashya of Ten Upanishads, and the Bhashya of Brahma Sutra in a great way. തരത്തിലുള്ളൊരു അവതാരം, അത്തരത്തിലുള്ള നവോത്ഥാന നായകനായിട്ട് ആചാര്യ, അതുപോലെ തന്നെ ആചാര്യസ്വാമികൾ ചെയ്ത വേറെ മറ്റൊരു നവോത്ഥാന കാര്യം, ഭാരതത്തിൻ്റെ 4 ഭാഗത്തായിട്ട് 4 മഠങ്ങൾ 4 വേദങ്ങളെ പരിരക്ഷിക്കുന്നതിന്. നോക്കൂ, കിഴക്ക് ഭാഗത്ത് ഋഗ്വേദത്തിനെ പരിരക്ഷിക്കുന്നതിനായിട്ട് പുരിയില്ല, ഇവിടെ ശൃംഗഗിരിയില്ല, യജുർവേദത്തിന്, സാമവേദത്തിന് ദ്വാരകയില്ല, അഥർവവേദത്തിന് ബദരിയില്ല. ഇതൊരു നാഷണൽ ഇൻറ്റിഗ്രേഷൻ ആണെന്നു കാറില്ല, ബസ്സില്ല, ട്രെയിനില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഗ്രേറ്റസ്റ്റ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. 4 ഭാഗത്ത് 4 വേദങ്ങളെ പരിരക്ഷിക്കുന്നതിന് പ്രചരിപ്പിക്കുന്നതിനായിട്ട് 4 മഠങ്ങളാണ്. അതുപോലെ തന്നെ ബദരിയിലെ പൂജാ സംവിധാനം ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ റാവൽ, ഈ രാമേശ്വരത്തെ പൂജ ചെയ്യുന്നത് അവിടെയുള്ള ആളുകളാണ്. എന്തൊരു നവോത്ഥാന നായകനാണ് ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ, പരമഭട്ടാര ചട്ടമ്പിസ്വാമി തിരുവടികൾ. ഹിന്ദുധർമ്മത്തിൻ്റെ സാരം, ഹിന്ദുധർമ്മത്തിൻ്റെ സാരം സരളമായിട്ട് സാരമായിട്ട് എത്തിച്ച പരമഭട്ടാര ചട്ടമ്പിസ്വാമി തിരുവടികൾ, നവോത്ഥാന നായകനായിട്ട് പരമഭട്ടാര ചട്ടമ്പിസ്വാമി തിരുവടികൾ. ശ്രീനാരായണ ഗുരുദേവൻ 160ഓളം കൃതികൾ അവിടുന്ന് ദർശിച്ച കൃതികൾ ശിഷ്യന്മാരെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ശ്രീനാരായണ ധർമ്മം എന്നൊരു ഗ്രന്ഥമുണ്ട്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ ജീവിതം വ്യക്തമാണ്. ഇത്തരത്തിൽ എത്രയോ നവോത്ഥാന നായകന്മാരാണ്. പിന്നീട് അങ്ങനെ കവികളായിരിക്കാം. നമ്മുടെ ഭാഷാപിതാവ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം അറിയാം എന്നുള്ളവർക്ക് കൈവപ്പോൾ, ഹരിനാമകീർത്തനത്തിന് 4 വരി അറിയാം എന്നുള്ളവരൊന്ന് കൈവക്കൂ. 1, 2, 3, 4 കഷ്ടമാണ്. നമ്മുടെ ഭാഷാ പിതാവാണ്. ജ്ഞാനപ്പാന 4 വരി അറിയാം എന്നുള്ളവരൊന്ന് കൈവക്കൂ. കൃഷ്ണ കൃഷ്ണ പണ്ടൊക്കെ മുത്തശ്ശിമാർ എനിക്ക് കേട്ടാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ ഗുണജൈക സന്തതം തിരുനാമങ്ങളായെപ്പോഴും തീരാതെ ഇരിക്കണം നമ്മുടെ ഒരു മനുഷ്യജന്മം കോടി ജന്മത്തിൻ്റെ പുണ്യമായിട്ട് കിട്ടുന്നവർ ഭക്തന്മാരെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കയ്യടിയോട് ആ ചെയ്യാമ്മക്ക് നമ്മൾ ആരെയും കണ്ടുപിടിച്ച് ആരെയും പ്രോത്സാഹിപ്പിക്കാൻ ചെയ്താണെങ്കിൽ നല്ലൊരു കയ്യടി കിട്ടും. അങ്ങനത്തെ ഒരു മനുഷ്യജന്മം സഫലമാക്കണം. ഇത് ഫ്രൂട്ട്ഫുൾ ആവാൻ വേണ്ടി ഓരോ യുഗത്തിലും ഓരോന്ന് ചെയ്യേണ്ടതുണ്ട്. ചില യുഗത്തിൽ തപസ്സാണ്, ചില യുഗത്തിൽ യാഗമാണ്. ജീവിതത്തിൽ ചെയ്യേണ്ടത് കേവലം നാമസങ്കീർത്തനം സർവപാപനാശനം. അതുകൊണ്ട് നാമമാണ് ചെല്ലേണ്ടത്. ആ നാമം ചൊല്ലി ശീലിക്കണം എന്ന് പരിശീലിപ്പിക്കുന്ന ജ്ഞാനപ്പാൻ നമ്മൾ എത്ര പേര് തീർച്ചയായിട്ടും ചെല്ലുന്നുണ്ട്. ശ്രമിച്ചു ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എത്ര ഋഷീശ്വരന്മാരാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ. എത്രയോ ഋഷീശ്വരൻ തുളസീദാസ് അങ്ങ് ഉത്തരഭാരതത്തിൽ പോയാൽ നാമചരിതമാനസം പ്രത്യേകിച്ചല്ലാത്തവരാരുമില്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു മഹാത്മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. ചോദിച്ചപ്പോൾ പേരിൻ്റേതാണെന്ന് പറഞ്ഞു. എവിടെയാ സ്ഥലം? നേപ്പാളാണ് സ്ഥലം. കണ്ടപ്പോൾ മനസ്സിലായി ചോദിക്കുകയാണ് നേപ്പാളിലുള്ള ആളാണ്.
നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു. നേപ്പാളിലെ മഹേന്ദ്ര യൂണിവേഴ്സിറ്റിയിലൊക്കെ ധാരാളം പോകാൻ സാധിച്ചിട്ടുണ്ട്. അവർ പുഷ്പനാഥ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങേക്ക് അറിയാവുന്നതിലേക്ക് ശ്ലോകം പറയാമോ ചോദിച്ചു. മലയാളത്തിലല്ലാത്ത ചോദിച്ചു. അത് ഉടനെ ചെയ്തു. ആയോഗ്യോണസതേ ശ്രീയം ദശരഥേ ചക്ഷുക്ഷയം രാഘവേ ഐശ്വര്യം നഹുഷൈകനേ മാനം ദുര്യോധനേ ദാനം സൂര്യസുതേ സത്യം ച കുന്ദീസുതേ ജ്ഞാനം വിദുരേ ഭവന്തു ഭവതാം. ഒരാൾ നേപ്പാളിയെ ജനിച്ചു കഴിഞ്ഞാൽ അവർ ഏത് വിഭാഗത്തിലുള്ളവരോ ആയിക്കോട്ടെ, അവർ പഠിക്കുന്ന ചില ശ്ലോകങ്ങളുണ്ട്. അവർ ചെല്ലുന്ന നിത്യേന ചെല്ലുന്ന ചില ശ്ലോകങ്ങളുണ്ട്. അത് അവരുടെ നിത്യകർമ്മ അനുഷ്ഠാനമാണ്. അത് ചെല്ലാനുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവർ ഏത് വിഭാഗത്തിലുള്ളവരാണെന്നതല്ല വിഷയം. നോക്കൂ, അതാണ് സനാതന ധർമ്മം. അതൊരു ലൈഫ് സ്റ്റൈലാണ്. ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈലിലൂടെയാണ് ബ്രാഹ്മണ മുഹൂർത്തയുടെ ശരീരചിന്താധർമ്മത്തെ അകൃതശൗച എന്നൊക്കെ അഷ്ടാംഗഹൃദയം പറയുന്ന ദിനചര്യ ശിവഭാഗവത മഹാപുരാണത്തിൽ ദശമസ്കന്ധത്തിൽ നമുക്ക് വ്യക്തത പൂർണ്ണമായി കാണിച്ചു തരുന്ന ദിനചര്യ ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഇത് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സത്സംഗം നമ്മൾ തുടങ്ങുന്നു. ഇത്തരത്തിൽ നവോത്ഥാന നായകന്മാർ കാണിച്ചു തന്നിട്ടുള്ള ദിനചര്യ ഇന്ന് വഴിവിട്ട ജീവിതമുള്ളപ്പോൾ ഈ ദിനചര്യയിലേക്ക് തിരിച്ചു വരാനും നമുക്ക് സാധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കും. അത്തരത്തിൽ ഭാനുഭക്താചാര്യര് നേപ്പാളികൾക്ക് നമുക്കിവിടെ ഭാഷാപിതാവായിട്ട് എഴുത്തച്ഛനാണെങ്കിൽ അതുപോലെ നേപ്പാളികളുടെ ഭാഷാപിതാവാണ് ഭാനുഭക്താചാര്യർ. അദ്ദേഹം ദർശിച്ച ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകങ്ങൾ നേപ്പാളികൾ നിത്യേരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തിലും മേഘാലയയിലെ കുറച്ചു കാലം കേന്ദ്ര സർവകലാശാലയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഷെൻസ് ഓഫ് മെട്രി എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. ഇത് അത്ഭുതം. കൃഷി ആശ്രയിച്ചിട്ടുള്ളൊരു സംസ്ഥാനം. കൃഷി കഴിഞ്ഞാൽ എല്ലാവരും കൊയ്ത്തെല്ലാം കഴിഞ്ഞാൽ പല വസ്തുക്കൾ വരുന്നുണ്ട്. ഈ വസ്തുക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു പ്രദേശത്ത് കൊണ്ടുവരും. ആ പ്രദേശത്തെ ചിലർ അരിയായിരിക്കും, ചിലർ പച്ചക്കറികളായിരിക്കും, ചില പഴങ്ങളായിരിക്കും, ചില ഇലകളായിരിക്കും, ചില ധാന്യങ്ങളായിരിക്കും. വിവിധ വസ്തുക്കൾ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന വസ്തുക്കൾ എല്ലാവരും കൂടി ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ഒരാഴ്ച അത് ആധ്യാത്മികാചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ അതിന് ചുറ്റും ആനന്ദ നൃത്തം ചെയ്യുന്നു. ഇത് ഭഗവാന്റെ ജഗദംബികയുടെ വിഗ്രഹത്തിൽ കിട്ടിയതാണിതല്ല. ഭഗവാൻ അവിടെ സമർപ്പിക്കുന്നു. അവിടെ വിഗ്രഹമില്ല, അമ്പലമില്ല, ഒന്നും ആശ്രമമില്ല, ഒന്നും. ഒരു പാടം ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എല്ലാവരും കൂടി കൊണ്ടുവന്നു. മഴ വന്നിട്ട് ആ കാലഘട്ടത്തിൽ മഴ വരാറില്ല. അതെല്ലാം കൂടി അവിടെ കൊണ്ടുവന്നു. അങ്ങനെ അവിടെ കൂട്ടിയിട്ട് ഒരാഴ്ച അനന്ത നൃത്തമാണ്. ഇന്ന് യാത്ര സൗകര്യമുള്ള സ്ഥലവുമാണ്. മറ്റെങ്കിൽ സ്വാമിജിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ടൊക്കെ തീർത്ഥയാത്ര ആ അനന്തനൃത്തം നടക്കുന്ന സമയത്ത് ഗോഹട്ടി വരെ ട്രെയിനുണ്ട്. അവിടെ വരെ പോവാം. അവിടെ നല്ല ബസ് സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാൽ അതൊക്കെ ഒന്ന് കാണാൻ സാധിക്കണം. പുണ്യ സ്ഥലങ്ങൾ. ലോകത്തിലെ ഏറ്റവും അധികം മഴയുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും അധികം ചിറാപുഞ്ചി ആയിരുന്നു. ഇപ്പോൾ മൗസിൻഡ്ര ഇതിൻ്റെ പക്ഷപ്പുറത്ത് സ്ഥലം. ഈ ചിറാപുഞ്ചിയിലെ രാമേശ്വരത്തിന് സ്ഥിരമായിട്ട് അവിടെയുള്ള സമയത്ത് ഒരു സത്സംഗത്തിന് പോകാൻ സാധിക്കാറുണ്ട്. ഈ മൗസിൻഡ്ര എന്ന സ്ഥലത്ത് ആശ്രമത്തിൽ സ്വാമിജി കുറച്ചുപേരെ കൂടി കൊണ്ടുപോകാൻ സാധിക്കും. അത്യത്ഭുതമായിട്ട് അവിടെ ഒരു ഗുഹ ഉള്ള സ്ഥലമുണ്ട്. പല പ്രദേശങ്ങളും ആ ഗുഹയുടെ അവിടെ രക്ഷ. സ്വാമിജി പറഞ്ഞു, ആചാര്യ അന്തഃ ഗച്ഛതു. കഥം അന്തഃ ഗച്ഛാമി? ഇങ്ങനെ വെള്ളച്ചാട്ടം കൊണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റും? സംശയമൊന്നും ഉണ്ടായില്ല. സ്വാമിജി തോന്നുന്നു കിട്ടി അകത്തേക്ക് ഇറക്കിയ യാത്ര ചെയ്യാം. പിന്നാലെ വരുമ്പോഴാലും ചാടി നമ്മളും അകത്തേക്ക് നോക്കിയപ്പോൾ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ പോകും. അതിൻ്റെ ഉള്ളിലൊരു ഗുഹ. അവിടെ ശരിയായിരിക്കും.
പുണ്യസ്ഥലങ്ങളായി ഭാരതത്തിലുള്ളത്. 12 ജ്യോതിർലിംഗങ്ങൾ, ശക്തിപീഠങ്ങൾ, വൈഷ്ണവ ദിവ്യദേശങ്ങൾ, എത്ര പുണ്യ നദികൾ, ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി മുതലായ പുണ്യ നദികൾ. These are all തീർത്ഥാസ്, പ്യൂരിഫൈങ് ഏജൻസ്. ജീവിതത്തിൽ ഒരിക്കലും സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇത്തരം പുണ്യതീർത്ഥങ്ങളിൽ നമുക്ക് പോകാൻ സാധിക്കേണ്ടതല്ലേ? ഇവിടെയൊക്കെ ദർശിക്കാൻ സാധിക്കേണ്ടതല്ലേ? ഇത്തരത്തിൽ നമ്മുടെ ജീവിതം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുക. ഈ മനുഷ്യജന്മം എല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്, മൈഥുനവും ചെയ്യുന്നുണ്ടാവും. ആഹാരം, നിദ്രാഭയ, മൈഥുനാദികൾ ധാരാളം ജീവികൾ എല്ലാവരും ചെയ്യുന്നു. ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ മനുഷ്യജന്മത്തിൽ തന്നെ പൂർവമായിട്ടുള്ള ആളുകളാണ് ശങ്കരാചാര്യനെ പോലെ, ഭരതനെ പോലെ, ആചാര്യസ്വാമി ശ്രീനാരായണ ഗുരുദേവനെ പോലെ, ഭക്തമീരാദേവിയെ പോലെ, ഭരവട്ടാര സ്വാമി തിരുവതികളെ പോലെ, അയ്യങ്കാളിയെ പോലെ, അയ്യാഗുരുവിനെ പോലെ, ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അവതരിച്ച നിത്യാനന്ദ ഗുരുദേവനെ പോലെ, കബീർദാസിനെ പോലെ, സൂർദാസിനെ പോലെ, ഇന്ന് അവതാരങ്ങളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ജഗദേവി അമൃതാനന്ദമയി ദേവിയെ പോലെ, ശ്രീ പ്രഭാകരൻ സ്വാമിജിയെ പോലെ നമ്മളുടെ മുമ്പിൽ ജീവിതോട് അനുഗ്രഹിച്ചുകൊണ്ട് വിളങ്ങുന്ന ജഗദ്ഗുരു ആത്മചൈതന്യ തിരുവടി സ്വാമികളെ പോലെ. അദ്ദേഹം എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ട്, അദ്ദേഹം എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. കാരണം ഇതിനേക്കാളും അധികം അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് സാന്നിധ്യം സാധിച്ചാൽ ഇരിക്കുമ്പോൾ അത്രയും ഊർജ്ജമാകുന്നത്. ഇതൊന്നും പറയണം വിചാരിച്ചു വന്നതല്ല, അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ എനിക്കൊന്ന് തോന്നിക്കുന്നു. ഇത്രയും കണ്ണുള്ളവർ കണ്ണിൻ്റെ വില അറിയില്ല. കാരണം മതി വെക്കുന്നു, കണ്ണുള്ളവർ കണ്ണിൻ്റെ വില അറിയില്ല. ഇതുപോലുള്ള അവതാര പുരുഷന്മാർ, ഋഷീശ്വരന്മാർ നമ്മൾ പലപ്പോഴും ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷവും തിരസ്കരിക്കപ്പെട്ട നമസ്കരിക്കപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ ഒരു നാടാണ് കേരളം. ഈ പുണ്യഭൂമിയിൽ നമുക്ക് വരാൻ സാധിച്ചത് ഭഗവാന്റെ ജഗദംബിയുടെ ഒരു അനുഗ്രഹമുണ്ട്. ഇവരെല്ലാവരും ജീവിക്കുന്നത്, ഇവരെല്ലാവരും നമ്മളെപ്പോലെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം എന്നുള്ളത് ജഗദ്ഹിതായ നമ്മളെല്ലാവരും ജീവിക്കുന്നു. മോക്ഷാർത്ഥമുണ്ട് ജഗദ്ഹിതായുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജഗദ്ഹിതായ മാത്രം ജീവിക്കുന്നുള്ളതാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭാഗവതം പറയാം, ഉദ്ധവോപദേശത്തിൻ്റെ കേൾക്കുന്ന സമയത്ത് പറയും. ഈ സമയത്തൊക്കെ ലോകഹിതം മാത്രം ചിന്തിക്കുന്ന കുറേ ഋഷീശ്വരന്മാരുടെ നാടാണ്. ഭഗവതി നിവേദിത പറയുന്നില്ല, വിദേശത്ത് നിന്ന് മാർഗരറ്റ് ആൽവിൻ എന്ന് പറയുന്ന വിദേശ വനിത, she came to this Bharata. She said, she was saying, I have seen a lot of Rishishwara who are living, who are thinking, who are speaking. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന കുറേ ഋഷീശ്വരന്മാരെ ഈ പുണ്യഭൂമിയിൽ കാണാൻ സാധിച്ചു. മിഷൽ ഡാനിനോ എന്ന് പറയുന്ന വലിയൊരു വൈജ്ഞാനികൻ, ഇന്ന് വാമദേവ ശാസ്ത്രി, ഡോക്ടർ വാമദേവ ശാസ്ത്രി എന്ന പേരിൽ വളരെ തപോമയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭാരത പുണ്യഭൂമിയിൽ. അദ്ദേഹം പറയുന്നു, സനാതനധർമ്മത്തിൽ, വേദത്തിൽ നിരവധി ഉപദേശങ്ങളുണ്ട്. പല മന്ത്രങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഫ്രഞ്ച് ട്രാൻസ്ലേഷനൊക്കെ വെച്ചിട്ട്. ബട്ട് I have seen certain rishis who are practicing these principles in their life. പുസ്തകത്തിൽ വായിച്ചിട്ട്, യൂട്യൂബിൽ, വാട്സപ്പിൽ വേദമന്ത്രങ്ങൾ, പരിഷത്ത്
സാധിക്കും. നല്ലത് ആവാം, നല്ലത് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഋഷീശ്വരനെയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. കാരണം അത്തരത്തിലുള്ള സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഋഷീശ്വരന്മാരാണ് ആ പരമ്പരയിൽ ഇന്ന് നമുക്ക് പ്രത്യക്ഷനായിട്ടുള്ള ഋഷീശ്വരനാണ് സംഭൂര്യ ജഗദ്ഗുരു ആത്മചൈതന്യ തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ അപോമയമായിട്ടുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പ്രേരകമാക്കാൻ സാധിക്കട്ടെ. നമ്മളുടെ സുഖത്തിലും നമ്മളുടെ ദുഃഖത്തിലും, നമ്മളുടെ സുഖത്തിലും നമ്മുടെ ദുഃഖത്തിലും ഗുരു ഭാഗമാണ്. സനാതന ധർമ്മ says a guru is a part of our happiness and sorrow. A guru should be a part of our happiness and sorrow. അതുകൊണ്ട് നമ്മൾ ഒരു ഗുരുവായി സ്വീകരിച്ചിരുന്ന ഈ സ്വാമിജി, ഇദ്ദേഹം നമ്മുടെ സുഖവും ദുഃഖവും തുറന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് സന്തോഷമുള്ള സന്ദർഭം whenever we are in a happy mood, we should be able to exchange our happiness to Guru. പുരാണത്തിൽ മഹാബലിയുടെ കഥ പറയുന്നുണ്ട്, അത് വിവരിക്കുന്നില്ല. മഹാബലി ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മഹാത്മാവാണ്, വളരെ ശ്രേഷ്ഠനാണ്. ഇവിടെയല്ല, ഭൃഗുകശപൻ ഗുജറാത്തിലെ രാജാവായിരുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഏറ്റവും ചെറിയ പറ്റിയൊരു ദോഷമാണ് ഈ കുരുത്തക്കേട്. ഓണം എപ്പോഴും ആചരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുരുത്തക്കേട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്സവമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുരു നമുക്കിവിടെ ഉണ്ട്. ഇന്ന് നമുക്ക് എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണ് ഈ 60 വർഷത്തിൽ സഹര്യ ലോകഹിതാർത്ഥം ജീവിച്ച ഒരു പുണ്യാത്മാവ്. നമുക്ക് എപ്പോൾ എന്തൊക്കെ സന്തോഷമുണ്ടെങ്കിലും ഈ സന്തോഷം വാട്സപ്പിലൂടെയോ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ മത്സരങ്ങളിലായിരിക്കാം. അതുപോലെ നമ്മുടെ ദുഃഖവും നമ്മളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ക്ലേശിപ്പിക്കുന്ന പല ദുഃഖങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു. ആധ്യാത്മികമാവാം, ആദിഭൗതികമാവാം, ദൈവികമാവാം, ഇതൊക്കെ മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശിഷ്യന്മാർ 60 വർഷത്തോളം എവിടുന്ന് ഈ സഭയെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേ മനസ്സോടെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും നമ്മളൊന്നും മറച്ചു വയ്ക്കുന്നില്ല. നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സ്വാമിജിയായിട്ട് ഷെയർ ചെയ്യാം. സന്തോഷം വന്നാൽ ആത്മാദിക്കാതിരിക്കാൻ അതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ. ഷെയറിങ് ആൻഡ് കെയർ. There is a word in Sanskrit called Hridaya. Some person interprets it as heart. Heart is not Hridaya. Heart is only an organism. Hridaya means Adana Pradanayoha, give and take, give and take, give and take. In the material sense, it is taking oxygen, repelling carbon dioxide. In the spiritual sense, മറ്റുള്ളവരുടെ ദുഃഖം ഏറ്റെടുക്കുന്നു, സുഖം കൊടുക്കുന്നു. തരത്തില ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്വാമിജി ഏത് സമയവും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അത്യാവശ്യം ദേഹശുദ്ധി വരുത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്മരിച്ചിട്ട് സ്വാമിജിയുടെ ആ പുഞ്ചരിക്കുന്ന സാന്ദ്രാനന്ദാവബോധാത്മകമായിട്ടുള്ള രൂപം നമുക്ക് സ്മരിക്കാൻ സാധിക്കണം. ഏത് സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും തരുന്ന സന്ദർഭങ്ങളിലും അതേപോലെ ആ രൂപം സ്മരിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ദുഃഖം വരുന്ന സന്ദർഭങ്ങളിലും തകരുന്ന ഇവിടെ മുന്നോട്ട് പോകാൻ വഴി മുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങൾ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ചെയ്തില്ല പല കാരണങ്ങളോട് പക്ഷേ ആ ഒരു സ്മരണ ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വഴിമുട്ടിയ
സന്ദർഭങ്ങളിൽ മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത സാഹചര്യങ്ങളിൽ പലതായിരിക്കാം. പ്രതിമാസം RCCയിൽ പോകാറുണ്ട്. പോകാൻ തരാറുമായിട്ടുള്ള ഭഗവാനെത്തിക്കുന്നു. പ്രതിമാസം അതുപോലെ അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. പലരെ കാണുമ്പോഴും പറയുന്നുണ്ട് പലതും. ഇതെന്താ വഴി ചിന്തിക്കുന്ന സമയത്ത് സ്മരിച്ചാൽ ഒരു വഴി ഭഗവാൻ ചരിതത്തിൽ മനസ്സിലാകാറുണ്ട്. നമ്മുടെ സഹജീവികൾ എത്രയോ പേര് ദുഃഖവും ദുരിതവും ക്ലേശവും അനുഭവിക്കുന്നവര് മുമ്പിലുണ്ടാകുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കണം. നമ്മുടെ സന്തോഷം ഉണ്ടാകുന്ന ആ സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഏതായാലും ഈ ഗുരുനാഥന്റെ ജന്മദിനം ഇത്തരത്തിൽ നിറഞ്ഞ സത്സംഗമാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും സ്വാമിജിയുടെ ഈ ത്യാഗബോധമായ ജീവിതത്തിൻ്റെ സന്ദേശവാഹകരാണ്. ശങ്കരാചാര്യൻ്റെ ഒരു 4 ശിഷ്യന്മാരെ കൊണ്ട് രത്നപാദാചാര്യൻ്റെ, സുരേശ്വരാചാര്യൻ്റെ, ഹസ്താമകാചാര്യൻ്റെ, തോടകാചാര്യൻ്റെ 4 ശിഷ്യന്മാരെ കൊണ്ട് the Advaita Vedanta Sandesh of Shankaracharya was spread all over Bharata. Swami Vivekananda ji, Sri Ramakrishna Paramahamsa was having 16 disciples. With these 16 disciples, the whole Sandesh of Vedanta was spread all over the world. അത്തരത്തിൽ സ്വാമിജിയുടെ ഈ പുണ്യ ദിനത്തിൽ നക്ഷത്രത്തിൽ അതും ഇന്നത്തെ ദിവസം ദാനം ചെയ്യാൻ ഏറ്റവും 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 വിശേഷമായിട്ടുള്ള ദിനമാണ്. അമാവാസ്യൊരിക്കലാണ്. ഇതെല്ലാം കൂടി എങ്ങനെ നമുക്ക് അറിയില്ല. ഭഗവാന്റെ ജഗദംബയുടെ ഇച്ഛയാണ്. ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് സ്വാമിജിയുടെ നാമധേയത്തിൽ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ദുരിതം കഷ്ടം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനായിട്ടൊരു ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കാം. ദാനത്തിൻ്റെ ദിനമാണെന്ന് വിദേശ ഡേറ്റ് സ്വതന്ത്രത്തിലൊരു കാര്യവും ഇന്നത്തെ ദിവസം തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അതിന് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും സ്വാമിജിയുടെ ഈ അവതാരത്തിൻ്റെ സന്ദേശവാഹകരായി മാറാൻ സാധിക്കട്ടെ. പുണ്യം ചെയ്തതുകൊണ്ടാണ് ഈ പുണ്യദിനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. ഇത് സംഘടിപ്പിക്കാൻ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നമുക്കറിയില്ല. ഓരോ കാര്യങ്ങൾക്കും ശബ്ദത്തിന് ശബ്ദമുണ്ട്, വെളിച്ചത്തിന് വെളിച്ചമുണ്ട്, അന്നത്തിന് അന്നമുണ്ട്, കസേരയ്ക്ക് കസേരയുണ്ട്. ഇത്തരത്തിൽ ഓരോരോ കാര്യങ്ങളും നന്ദി ആരോട് ചൊല്ലേണ്ടത് അറിയില്ല. എത്രയോ പേരുടെ തപസ്സുകൊണ്ടാണ് സത്സംഗം ഉണ്ടായിട്ടുള്ളത്. ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, പുണ്യം ചെയ്ത കുട്ടികൾ വന്നിട്ടുണ്ട്. ശങ്കരാചാര്യന്റെ ജന്മദിനത്തിന് പങ്കെടുക്കാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. പരമഭട്ടാര ചന്ദ്രസ്വാമിയുടെ ജന്മദിനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഉണ്ടാവണമെന്നില്ല, അറിയില്ല. പക്ഷെ ഇന്ന് അവതാരമൂർത്തി ഇതേപോലെ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ജഗദേവി മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഷഷ്ടിപൂർത്തി നോക്കാൻ വേണ്ടി നിരവധി അതിന് മുമ്പും പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഈ പുണ്യദിനത്തിലേക്ക് വന്ന കുട്ടികൾ, ആരാധ്യമക്കളെ കുട്ടികളെ പുണ്യം ചെയ്തവരാണ്. എന്തെന്നും നമുക്ക് ഒരു അവതാര പുരുഷന്റെ ജന്മദിനത്തിൽ അവരുടെ മക്കൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു അവതാര പുരുഷന്റെ ജന്മദിനത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചു, നാമം ചെല്ലാൻ സാധിച്ചു, ഭജന പാടാൻ സാധിച്ചു, പൂജ ചെയ്യാൻ സാധിച്ചു. ഓരോരുത്തരുടെയും ജീവിതം, അദ്ദേഹത്തിൻ്റെ സന്ദേശം, അദ്ദേഹം ചെയ്ത തപസ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, വ്യാസമത്തിൽ നടക്കുന്ന ഓരോരോ സത്സംഗങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ ഒരു ജീവിതമാവട്ടെ. അതിന് ഹിന്ദുധർമ്മ പാഠശാല എന്നുള്ള ഡിജിറ്റൽ മാധ്യമത്തിലൂടെ ആവാവുന്ന വിധത്തിൽ മുഴുവൻ അതിൻ്റെ അഡ്മിൻസായിട്ടുള്ള അഭിനീഷ്
വിജയമാജി മുതലായ കാവ്യൊടുക്കാത്ത സന്യാസിമാരെ പോലെയാണ് അവർ ചിന്ത മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അംഗങ്ങളായിട്ടുള്ള ഗായത്രിയമ്മയെ പോലെ എത്രയോ പേരുകൾ വന്നിട്ടുണ്ട്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വന്നിട്ടുള്ള എത്രയോ സ്വാമിയുടെ ഭക്തന്മാർ ഇതെല്ലാവരുടെയും പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആവാൻ. യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ. Let our life be useful, fruitful and purposeful. For that, സ്വാമിജിയുടെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിജിയുടെയും സ്വാമിജി പ്രതിനിധാനം ചെയ്യുന്ന ഋഷിപരമ്പരയുടെയും വ്യാസവാൽമീകി മുതലായ ഋഷിപരമ്പരയുടെയും പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഏത് സമയവും ഏത് ദുഃഖത്തിലും സന്തോഷത്തിലും ഒന്നുകൂടി ആവുകയും ഏത് ദുഃഖത്തിലും സന്തോഷത്തിലും സ്വാമിജിയുടെ അനുഗ്രഹം സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവണേ. മനസ്ഥിതി ഉണ്ടാവണേ. ദുഃഖത്തിൽ തളരാതിരിക്കാനും സുഖത്തിൽ അർമാദിക്കാതിരിക്കാനും ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അതിൽ സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷിപരമ്പരയെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന സ്വാമിജിയുടെ പ്രകാരങ്ങളിൽ ചെറിയ വാക്കുകൾ സമർപ്പിക്കുന്നു. ഇതിലെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ഈ എളിയവൻ ധന്യനാണ്. ധരിയോ.